കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ദൈവം. ഈ ഭൗതികമായി സംഭവിക്കുന്ന വിഷയങ്ങളുടെ എല്ലാത്തിനും അപ്പുറത്ത് അതിലംഘിക്കുന്നതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിൽ ആണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അല്ല അയൽവാസിയോ ഓഫീസിലുള്ളവരോ അല്ലെങ്കിൽ നിൻ്റെ ബോസോ മേലാളന്മാരോ എന്തെങ്കിലും നിന്നെക്കുറിച്ച് ധാരണയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നീ മുൻവിധിയിലേക്ക് പോകേണ്ട കാര്യമില്ല. നീ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിൻ്റെ ബോസ് നിനക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിൻ്റെ ഓഫീസിലുള്ള മാനേജറോ സൂപ്രണ്ടോ അല്ലെങ്കിൽ ഡയറക്ടറോ ആരെങ്കിലും അപ്പം നിന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്ന് വിചാരിച്ചോ. ഈ ധാരണയുണ്ടെങ്കിൽ ഈ ധാരണയെ അതിലംഘിക്കണം എങ്ങനെയാണ്? രണ്ട് കാര്യം. ഒന്ന്, എപ്പോഴും സന്തോഷമായിരുന്ന് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും കർത്താവ് യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇപ്പോൾ ഏശാവിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ധാരണ മാറിയിരിക്കുകയാണ്. ധാരണ മാറിയത് എന്ത് ധാരണയാണ് മാറിയത്? യാക്കോബ് ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ള ധാരണയാണ്. കാരണം നിയമാവർത്തനം 21:17 അനുസരിച്ച് കൊണ്ട് ഫസ്റ്റ് ബോൺ ആദിജാതൻ്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വരണത് എന്തൊക്കെയാണ്? എല്ലാത്തിൻ്റെയും ഇരട്ടി പങ്കല്ലേ. പക്ഷേ ഇരട്ടി അവൻ ഈ പയർപായസം കഴിച്ച് മേടി തന്നിട്ട് ഫസ്റ്റ് ബോണിൻ്റെ ആദിജാതൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റിയെന്ന് പറയേണ്ടത് തോന്നിയതാണ്. ഒന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഏശാവ് പറയും, ഇതെന്തിനാ എനിക്കിതെല്ലാം വേണ്ടുവോളം ഉണ്ടല്ലോ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ആ ഉൽപ്പത്തി 33:9 യേശാവ് പറയണത്, ഇതൊന്നുമേ എനിക്ക് വേണ്ട. എൻ്റെ പൊന്നനിയ, നീ എൻ്റെ ഇടയ്ക്കൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല, എന്നെ ചതിച്ചിട്ടുമില്ല. ഇതെല്ലാം എനിക്ക് ആവശ്യത്തിനുണ്ട്. കാര്യം യാക്കോബിൻ്റെ ഓഹരി പോലും വിട്ടും വെച്ചിട്ടല്ലേ അവൻ ജീവനം കൊണ്ട് ഓടണത്. ഒന്നും കൊണ്ടുപോയില്ലല്ലോ, അവൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നീ തെറ്റിദ്ധാരണയൊന്നും വേണ്ട, എനിക്കിതെല്ലാം വേണ്ടു. ആ 33:9 ഉൽപ്പത്തി പുസ്തകം, എനിക്കിതെല്ലാം വേണ്ടുകൂടെ ഉണ്ട് എന്ന് വെച്ചാൽ പിന്നെ എന്താണ് യാക്കോബ് അടിച്ചു മാറ്റിയ ആദിജാതൻ്റെ അനുഗ്രഹം? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പം കന്നുകാലികളൊന്നും അല്ലത്, ഭൗതിക സ്ഥാപനം ജംഗ വസ്തുക്കളുമല്ല, യാക്കോബിൻ്റെ ദൈവം. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഈ ഭൗതികമായി ഇപ്പോൾ നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്ന പല വിഷയവും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ മക്കളെ. എപ്പോഴും പക്ഷേ ഉടമ്പടി ചെയ്തിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, ദൈവിക അനുഗ്രഹങ്ങൾ ഈ ഭൗതികമായ സാഹചര്യങ്ങളുടെയും അതുപോലെ തന്നെ ഭൗതിക സമ്പത്തിൻ്റെയും അപ്പുറത്ത് ഒരു ദൈവമുണ്ട്. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത, അതാണ് യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഈ ഭൗതിക സമ്പത്തിന് വേണ്ടി അന്വേഷിച്ചാൽ നമുക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസത്തിന് പങ്ക് നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോൾ ഒരു ചോദ്യം വരേണ്ട ഇതാണ്, യാക്കോബ് അന്വേഷിച്ച ആദിജാതൻ്റെ അനുഗ്രഹങ്ങളെ ഇസഹാക്കിനെ പറ്റിച്ചുകൊണ്ട് യേശാവിൻ്റെ വേഷം കെട്ടി അടിച്ചു മാറ്റിയ അനുഗ്രഹം ഉൾപ്പെടെ യാക്കോബ് എന്താണ് അടിച്ചു മാറ്റിയത്? അതാണ് ചോദ്യം. യാക്കോബ് എന്താണ് അടിച്ചു മാറ്റിയത്? അത് ഭൗതിക സമ്പത്തല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവത്തോടുള്ള ഒരു ബന്ധമാണ്. യാക്കോബിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, യാക്കോബിന് തകർച്ച ഉണ്ടായാലും യാക്കോബ് ദൈവത്തോട് പറയും, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയും. അത് നമ്മൾ പറയുന്ന അനുഗ്രഹമല്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ദൈവത്തിൻ്റെ ഒരു വരപ്രസാദം, ഗ്രേസ്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് അപ്പോഴപ്പോഴുള്ള ലോക്കൽ പ്രാദേശികമായ സംഭവങ്ങളെക്കാളുപരി ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. അതാണ് എളി ഉടുക്കി രാത്രി മുഴുവൻ യബോക്ക് നദിക്കരയിൽ മൽപ്പിടുത്തം നടത്തി കഴിയുമ്പോൾ അവസാനത്തെ വെട്ടി അരക്കെട്ടിൽ നിന്ന് എല്ലി വിട്ടുമാറുന്ന മുടന്തണ സമയത്തും യാക്കോബ് അന്വേഷിക്കണ ഒരു അനുഗ്രഹമുണ്ട്. യാക്കോബ് എന്താ പറയണത്? എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. കാരണം എന്നെ ഇതുപോലെ മുടന്തനാക്കാൻ
സ്വാധീനമില്ലാത്തവനാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബ്ലെസ് മീ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുർഘടങ്ങളിലും ബ്ലെസ് മീ എന്ന് പറയണം. അല്ലാതെ ദൈവമേ എനിക്കിത് പറ്റിയല്ല എന്നല്ല പറയേണ്ടത്. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഇപ്പോൾ ഒരു തകർച്ച ഉണ്ടായി, നമുക്ക് സങ്കടം ഉണ്ടാകുന്നു, അപ്പം നീ ഉടനെ എടുത്ത വായിക്കുമ്പോൾ ബ്ലെസ് മീ ബ്ലെസ് മീ. അതാണ് യാക്കോബിന് ദൈവം എന്ന് പറയണത്. എന്ന് വെച്ചാൽ യാക്കോബ് എളി ഉടുക്കിയപ്പോൾ എൻ്റെ എളി പോയേ എന്ന് പറഞ്ഞ് എൻ്റെ തൊടയിലും തൊട്ടണേ എന്ന് പ്രാർത്ഥിക്കണേ, നീ എളി നേരെ ആക്കട്ടെ എന്നല്ല പറയണത്. ബ്ലെസ് മീ. എളി അങ്ങനെ കിടക്കും, പക്ഷേ ബ്ലെസ് മീ. എൻ്റെ എളിയുടെ സൗഖ്യത്തേക്കാൾ വലുതാണ് നിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. ഇത് ഭയങ്കരമായ ഒരു സുവിശേഷമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാ 32:16 ഉൽപ്പത്തി പുസ്തകം. ബ്ലെസ് മീ. എളി വിട്ടുപോകുമ്പോഴും എളി സുഖപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി പറയും ബ്ലെസ് മീ. ഇതാണ് ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറയണത്. അതായത് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ആ വിഷയത്തെ ലൊക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. യാക്കോബിൻ്റെ പ്രാർത്ഥന അങ്ങനെയല്ല. അതിനെക്കുറിച്ച് റെഫറൻസ് പോലും ഇല്ല. അവൻ എളി വിട്ടിരിക്കുകയാണ്, പക്ഷേ ഹി ഹാസ് റെഫറൻസ്. അവനാണ് പറയണത് ബ്ലെസ് മീ. എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ എന്ന് പറയും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിതത്തിലെ പലപ്പോഴും പരാജയങ്ങളും അതുപോലെ തകർച്ചകളും അപകടങ്ങളും ഉണ്ടാകുമ്പോഴും ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കാൻ ഒരുമ്പെടാതെ ആദിജാതന്റെ അനുഗ്രഹമായ യാക്കോബിന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് യാചിക്കുവാൻ എന്നെ പ്രത്യേക വിധത്തിലെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ പ്രാർത്ഥന തന്നെ, ഈ പാട്ട് തന്നെയാണ് ഇനി ആവർത്തിച്ച് പാടുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ നിങ്ങളുടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ യാക്കോബിൻ്റെ ദൈവം എന്ന് വെച്ചാൽ എല്ലാ ഭൗതിക ആനുകൂല്യങ്ങളുടെയും ശാരീരിക സൗഖ്യത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമസൃണമായ വാത്സല്യമുണ്ട്. ദാറ്റ് ആക്ച്വലി വി നീഡ്. അതാണ് യാക്കോബിൻ്റെ ദൈവം എന്ന് പറയണത്. യേശാവ് ആഗ്രഹിച്ചിരുന്നത് ഭൗതികമായ ആനുകൂല്യം നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. പക്ഷെ പിന്നീട് നിൻ്റെ ശത്രുവിന് നിന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പോലും അത് പോയി റെക്ടിഫൈ ചെയ്യണത്, പരിഹരിക്കണത് നിൻ്റെ ദൈവത്തിൻ്റെ മേലുള്ള ആശ്രയം കൊണ്ടും ദൈവത്തോടുള്ള നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് പൗലോസിൻ്റെ വചനം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വെളിപാടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമൃദ്ധമായ ദൈവം നമ്മളെ ഈ ശുശ്രൂഷകളിലൂടെ ശക്തമായി നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ, നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. പല ആവലാതികളൊക്കെ ഉണ്ടാവും, ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഭൗതികമായ ആവശ്യങ്ങളുടെ ശാരീരിക സൗഖ്യങ്ങളുടെ അപ്പുറത്ത് അങ്ങയുടെ കൃപ അന്വേഷിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. കർത്താവേ, ആദിജാതന്റെ അനുഗ്രഹത്തെ ഭൗതികമായ സമ്പത്തായി മാത്രം കണ്ട യേശാവിന്റെ വിശ്വാസത്തിൽ നിന്ന് കർത്താവേ, ഭൗതിക സമ്പത്തിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ വാത്സല്യവും ആദിജാതന്റെ നിധിയായി കണ്ട യാക്കോബിന്റെ വിശ്വാസത്തിലേക്ക് എന്റെ വിശ്വാസത്തിന്റെ നിലവാരത്തെ ഉയർത്തണമേ. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
വന്ന ഒരു വിഷയം ഇതാണ്. ഏശാവ് ആദിജാതൻ്റെ അനുഗ്രഹത്തെ അനുഗ്രഹമായിട്ട് കണ്ടു, ബ്ലെസ്സിങ്സ് ആയിട്ട് കണ്ടു, ഫിസിക്കൽ ഫേവേഴ്സ്. അതാണ് ഏശാവിൻ്റെ ദൈവം, അതാണ്. പക്ഷേ യാക്കോബിൻ്റെ ദൈവം അതല്ല. ഏശാവിൻ്റെ ദൈവം എന്ന് പറയുന്നത് ആദിജാതൻ്റെ അനുഗ്രഹത്തെ ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? ഭൗതികമായ. കർത്താവിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ജഡം ഫലശൂന്യമാണെന്നാണ്. ജഡം ഫലശൂന്യമത്രേ. ജഡികമായ അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ, അതാണ് ഏശാവ് കണ്ടത്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. പക്ഷേ യാക്കോബ് കണ്ടത് എന്താണ്? അതിൻ്റെ അപ്പുറത്ത് കൃപയാണ് കണ്ടത്. ആദിജാതൻ്റെ അനുഗ്രഹം എന്ന് പറയണത് ഭൗതിക അനുഗ്രഹമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് യാക്കോബിന് ദൈവം, കൃപ നൽകുന്ന ദൈവം. ഏശാവിന് ദൈവം, ഭൗതിക അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം. ഇതിൻ്റെ ഈ വിഷയമാണ് അവിടെ വരുന്നത്. നീ എന്ന് ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയും നിൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നീ യാക്കോബിന് ദൈവത്തിൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കളെ, നമ്മളുടെ രോഗസൗഖ്യ മേഖലകളിലേക്ക് അച്ഛൻ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യീശോയെ, അനേകം മക്കളെ ഈ സമയം വേദന കൊണ്ട് സഹിക്കാൻ പാടില്ലാത്ത ഒരു ഈശോയെ, വേദനയുള്ള ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴും വിദൂരങ്ങളിലും സമീപസ്ഥ അങ്ങയുടെ തിരുസന്നിധി, ഈശോയുടെ തിരുസന്നിധിയിൽ വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കൾ എവിടെയെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കൈകളിലെല്ലാം ഈ നിമിഷം അത് കർത്താവിനെ അണിപ്പെടുത്താറുന്ന വലതുകരമായി മാറാൻ വേണ്ടി ദൈവികമായ ശക്തി അതൊക്കെ ആവശ്യിക്കാൻ വേണ്ടി പരിശുദ്ധയുടെ മധ്യസ്ഥയിൽ യേശുനാമത്തിൽ കൽപ്പിക്കുന്ന ശ്രുതികളുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് തരും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും. ഈ 1 മിനിറ്റ് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, OIT, IELTS പോലുള്ള പരീക്ഷകൾ എഴുതുന്നവരും മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം ഒരുങ്ങുന്നവരില്ലേ, അപ്പോൾ അത് പുസ്തകങ്ങളാണുള്ളത്. പുസ്തകങ്ങളിപ്പോൾ എടുത്തു വെക്കണം നിങ്ങൾ. അപ്പോൾ ലാപ്ടോപ്പാണുള്ളെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ പരീക്ഷക്കൊന്നും ഇപ്പോൾ ഇല്ല, ഇനി പോകാൻ പോണതേ ഉള്ളൂ, ഒരുങ്ങണതേ ഉള്ളൂ എങ്കിൽ ആ ഉപകരണം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുത്ത് കൈ വെക്കണം. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എൻജിനീയേഴ്സ് ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് അപ്പാരറ്റസ് കൊണ്ടുവന്ന് വെക്കണം. ഈ സമയത്ത് മുമ്പിൽ വെക്കണം. പരിശുദ്ധ മധ്യസ്ഥം വഹിച്ചിട്ട് ദിവ്യകാരുണ്യ ഈശോ നിൻ്റെയൊക്കെ ഭക്ഷണത്തിലുള്ള വകയ്ക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആശീർവദിക്കാൻ പോവുകയാണ്. 1 മിനിറ്റ് തരാം. ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഓഫീസിലാണെങ്കിൽ എവിടെയാണെങ്കിലും എൻ്റെ മക്കൾ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതൊന്നുമില്ലെങ്കിൽ അത് മനസ്സിലോർത്ത് നെഞ്ചത്ത് കൈവെക്കണം. ഒരു അപ്പാരറ്റസ് ഒന്നുമില്ല, പേനയും ഇല്ല, പെൻസിലോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നീക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നീ അതെല്ലാം ഓർത്ത് മനസ്സ് നെഞ്ചത്ത് കൈവെക്കണം. ഭൗതിക സാഹചര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള ദിവ്യകാരുണ്യ മരിയൻ ദിവ്യകാരുണ്യ പ്രാർത്ഥനയുടെ സമയമാണിത്. മരിയൻ ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയും. അമ്മയുടെ മധ്യസ്ഥയിലുള്ള ആരാധന. ഇനി മരുന്നുണ്ടെങ്കിൽ അതെടുത്ത് കൈ വെക്കണം. പക്ഷേ അത് പറഞ്ഞില്ലേ, മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ശരീരത്തിൽ ഏക്കണില്ല എന്ന് പറഞ്ഞില്ലേ,
ആ മരുന്ന് ബ്ലസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് കാര്യം മരുന്നും ഡോക്ടർമാരെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ള ദൈവപരിപാലനയുടെ ഭാഗമാണ്. മരുന്ന് കഴിക്കുന്നവരത് അത് മാറുന്നില്ല, കഴിച്ചാൽ ആ മരുന്നെടുത്ത് വെക്കുക. അതെല്ലാം എടുത്ത് വെച്ച് വിശ്വാസപൂർവ്വം ചെയ്യാം. ഇപ്പം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അതിലേക്ക് ആവശ്യിക്കുകയും നിൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ വരുമ്പോൾ മോളിക്കൂൾ ശരിയായിരിക്കാം, പക്ഷേ നിൻ്റെ ശരീരമായിട്ട് ചിലപ്പോഴത് ഇനാക്റ്റീവ് ആകും, അങ്ങനെ സംഭവിക്കും. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും നെഞ്ചത്ത് കൈവപ്പിക്കണതിൻ്റെ കാര്യം അതാ. അപ്പോൾ നിൻ്റെ ശരീരം കൂടി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് അത് വിഷയമെല്ലാം മാറും, ദൈവാനുഗ്രഹം പ്രാപിക്കും. ഇപ്പോൾ മക്കളില്ലാത്തവരങ്ങ് അടിവീട്ടിലാണ് കൈവെക്കേണ്ടത്. ആന്തരിക അവയവങ്ങൾക്കെല്ലാം കുഴപ്പങ്ങളുള്ളവർ ഏത് അവയവമാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ മീതെ ശരീരത്തിൻ്റെ ഭാഗത്ത് കൈവെക്കണം. തൈറോയ്ഡുകാർ തൊണ്ടയ്ക്കും, ഹൃദയവേദനയുള്ളവർ നെഞ്ചത്തും, പാങ്ക്രിയാസുകാർ നെഞ്ചിൻ്റെ താഴെയും, ഉദരരോഗികൾ ഉദരത്തിൽ, മറ്റു രോഗികൾ അടിവേറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗികളും അടിവേരിലും കൈവെക്കണം. അസ്ഥി രോഗികളെ കൈകളിലുള്ള അസ്ഥികളിൽ പരസ്പരം കൈവച്ച് പ്രാർത്ഥിക്കണം. ഇതൊരു സീരിയസ് ആയിട്ട് പ്രെയറാണ്. കൃപാസനത്തിന് പരിശുദ്ധ ഉടമ്പടിയോടുകൂടെ ചേർത്ത് നൽകിയ ഒരു പ്രാർത്ഥനാ രീതി ആയതുകൊണ്ട് ഒത്തിരി പേര് ഈ മേഖലയിൽ സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കേൾക്കുന്നവർ വിസ്മയിക്കുകയൊന്നും വേണ്ട, നീ വിശ്വാസത്തിൻ്റെ സാക്ഷിയായി മാറിയിരിക്കും. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളെ അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. വിശ്വാസപ്രമാണം അറിയാത്തവർ യേശുവേ എൻ്റെ രക്ഷക, എന്നെ സാക്ഷിയാക്കി മാറ്റണമേ, അത് പറഞ്ഞാൽ മതി. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ. ഈശോയുടെ മക്കൾ അവരുടെ ജീവിത ഭൗതിക സാഹചര്യങ്ങളെയും ജീവിത ദുരിതങ്ങളെയും എല്ലാം രോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇപ്പോഴേ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ മനസ്സിലോർത്തുകൊണ്ട് നിയോഗം വെക്കുന്നുണ്ടോ ആ നിയോഗ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ വലതുകരം പതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. 35 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തി, കൃപാസ്ഥാനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ മുൾക്കിടത്തെ പ്രതി, തിരുവിലാവിലെ മുറിവിനെ പ്രതി, കർത്താവിൻ്റെ കഴിച്ച കരചരണങ്ങളെ ആണിപ്പടുതികളെ പ്രതി, ശരീരം ആസുകരം ഒലിക്കുന്ന മനുഷ്യരക്ഷയെ പ്രതി അനുഭവിച്ച പീഡാസനങ്ങളുടെ വിശുദ്ധ രക്തത്തെ പ്രതി യേശുവിൻ്റെ നാമത്തിലെ കർത്താവിൻ്റെ വലിയ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, മാരക രോഗങ്ങള്, കർത്താവേ, തീരാവ്യാധികള്, കർത്താവേ, ജീവിതത്തിൻ്റെ വിശുദ്ധ കർത്താവേ, പരീക്ഷയെ തോറ്റു പോകുന്നവര്, പല പല ഉദ്യമങ്ങൾക്ക് പരാജയപ്പെട്ട് പോകുന്നവര്, കർത്താവ് ബാങ്കിലായാലും കർത്താവ് ലോൺ ലഭിക്കാനായാലും മക്കൾക്ക് കർത്താവ് അഡ്മിഷൻ കിട്ടാനായാലും എന്തെല്ലാം വിഷയങ്ങൾക്ക് മക്കൾ പരാജയപ്പെട്ട് പോകുന്നുണ്ടോ, ജീവിതത്തിൽ നൈരാശ്യം അനുഭവിക്കുന്നുണ്ട്, ആ മേഖലകളെല്ലാം വിവാഹമൊത്ത് വരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജോലിക്ക് കയറ്റമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവ് പലതരത്തിൽ തൊഴിൽപരമായ തടസ്സങ്ങളെ വിസായും അതുപോലെയുള്ള തടസ്സങ്ങൾ കർത്താവേ, നീ ഇപ്പോഴും അത് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ഭൗതിക ദുരിതങ്ങളെ ഈ നിമിഷം ഈശോ എടുത്തു മാറ്റുകയും ചെയ്യട്ടെ. തടസ്സങ്ങളെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കർത്താവിൻ്റെ അനേകം അനുഗ്രഹങ്ങൾ, ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു ചാനലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളാണ് ഈ യൂട്യൂബിൽ ആൾക്കാർ പറഞ്ഞ സാക്ഷ്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഈ ബ്ലെസ്സിങ് ആണ്, ഒരു ബ്ലെസ്സിങ് ചാനൽ നമ്മുടെ കൂടെ ഉണ്ടാകണത് ഏറ്റവും ദൈവത്തിൻ്റെ ചൈതന്യം അനുഗ്രഹവും കൂടെ ഉണ്ടാകുന്ന പോലെയാണ്. അതുകൊണ്ട് ഈ ബ്ലെസ്സിങ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, ഇതുവരെയും ഷെയർ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഈ ശുശ്രൂഷ ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. ദൈവത്തെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭവമാണ് നമ്മൾ വഴി 10 മനുഷ്യരെ കർത്താവിൻ്റെ സന്ദേശം കേൾക്കാനിടയാകുന്നത്. നമ്മൾ വഴി 10 മനുഷ്യരെ കർത്താവിനെ സൗഖ്യം അനുഭവിക്കാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും. വൈകുന്നേരം 4:30 മണിക്കാണ് ഗൂഗിൾ മീറ്റ്, യുക്രസ് ഗൂഗിൾ മീറ്റ് 4:30 മണിക്ക്. 5:30 മണിയാകുമ്പോൾ ഗൂഗിൾ മീറ്റ് തീരും. 1 മണിക്കൂറാണ് ഗൂഗിൾ മീറ്റ്. 5:30 മണിക്ക് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ചാണ് ഇന്ന് നൊവേന ദിവസമാണ്. മരിയൻ ഉടമ്പടി നൊവേന എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6 മണിക്കാണ് നൊവേന വരുന്നത്. ഇന്ന് 5:30 മണിക്ക് കുർബാന, 5:30 കഴിയുമ്പോൾ കുർബാന കഴിയുമ്പോൾ മരിയൻ ഉടമ്പടി നൊവേന. നൊവേനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഡിസംബർ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നൊവേന ദിവസങ്ങളായിരുന്നു. 9 ദിവസമാണ് നൊവേന. അതൊരു സെക്ഷൻ ആദ്യം തുടങ്ങിയത് കൊണ്ട് അങ്ങനെ വെച്ചതാണ്. ഇപ്പോഴും മുതൽ ഇന്ന് മുതൽ തുടങ്ങുകയാണ് നൊവേന. 1-ാമത്തെ നൊവേന ഇന്ന്, അടുത്ത ചൊവ്വാഴ്ച 2-ാമത്തെ നൊവേന, 3-ാമത്തെ നൊവേന അതിൻ്റെ അടുത്ത ചൊവ്വാഴ്ച. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 6 മണിക്കായിരിക്കും നൊവേന എല്ലാ ചൊവ്വാഴ്ചയും. അപ്പോൾ ഇന്ന് വരെ കൂടാൻ തുടങ്ങണം. അപ്പോൾ കുർബാനയുടെ കൂടിയാണ് നൊവേന വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:30 മണിക്ക് കുർബാന, അതിനോടനുബന്ധിച്ചുകൊണ്ട് നൊവേന. ഈ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് യേശുവിടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമീശോ, കൃപ വേണമീശോ, കൃപ വേണമീശോ.